ഹായ് ഫ്രണ്ട്സ്, ഞാൻ അരുൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ NS200 ഇൻഡിക്കേറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. ഇൻഡിക്കേറ്റർ ഇത് സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ മാറിയിട്ട് നമ്മൾ ഇത് നമ്മുടെ RS200 ഇൻഡിക്കേറ്റർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ RSൻ്റെ ഇൻഡിക്കേറ്റർ ആക്കാൻ പോകുന്നു. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇളക്കി വെച്ചൊക്കെയാണ്. നമ്മുടെ ഫ്രണ്ടിലും കൂടെ നമുക്ക് ഇളക്കുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ ഹെഡ് ഇളക്കാനായിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 6mm ഒരു എലങ്കിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിൽ കാണുന്ന ഈ 2 എലങ്കി ബോൾട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ബോൾട്ട് 4 ഊരിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഹെഡ് ഊരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ ഹെഡ് ഊരിയെടുത്തൊക്കെയാണ്. ഇനി നമുക്ക് ഓരോ ക്ലിപ്പുകൾ ഓരോന്നായിട്ട് ഊരിയെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ ഹെഡിൻ്റെ ഈ വൈസർ ആണ് ഊരാനുള്ളത്. ഈ ചെറിയ എലങ്കി ബോൾട്ടിട്ട് 2 സൈഡിൽ ഇളക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഹെഡിലെ ആ വൈസർ ആദ്യം നമ്മൾ ഊരിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഈ കാണുന്ന ഈ 2 10-ൻ്റെ ബോൾട്ടാണ് നമുക്ക് അടുത്ത് ഊരാനുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ആ സ്ക്രൂവും ഇളക്കി, ആ 2 സ്ക്രൂ നമ്മൾ ഇളക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ഇളക്കേണ്ടെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാറിൻ്റെ ഈ സ്ക്രൂ നമ്മളതും കൂടെ, ആ സ്ക്രൂവും കൂടെ ഇളക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ മാസ്ക് മാത്രമായിട്ട് ഒരു കയ്യിൽ കിട്ടും. ഇനി വേറെ ഒന്നുമില്ല. ഇനി 2 ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തിടുക, എടുത്ത്
തിരിച്ച് സെറ്റ് ചെയ്യുക. നമ്മുടെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മളെ ഈ കവറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാസ്കും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ടുള്ള ലുക്ക് നമുക്ക് കാണാം. നമ്മൾ ഇൻഡിക്കേറ്റർ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണിത്. നമ്മൾ കുറച്ചുകൂടെ ഒതുക്കമുള്ള ബാക്കിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ